നമ്മുടെ 1 മന്ത് ഡയറ്റ് ചലഞ്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. കുറേ ദിവസമായി ഞാനിങ്ങനെ ആലോചിക്കുന്നത് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം. ഫൈനലി ഇതേ ഇന്ന് മുതൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. 1 മന്താണ് കേട്ടോ ഇതിൻ്റെ ഒരു ചലഞ്ച് വന്നേക്കണം. 1 മന്തിന് നമുക്ക് റിസൾട്ട് നോക്കാം, എന്നിട്ട് ഞാൻ മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം ഇത് എത്രത്തോളം നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റും നോക്കണമല്ലോ. ഇതിന് മുമ്പ് ഞാനൊരു 3 മന്ത് ഡയറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ലൊരു റിസൾട്ടാണ് കേട്ടോ കിട്ടിയത്. എനിക്ക് 68 കിലോന്ന് ഞാനൊരു 54 കിലോ ആയിരുന്നു. നല്ല അടിപൊളി റിസൾട്ടാണ്. എനിക്കൊരു 20 വയസ്സ് കുറഞ്ഞൊരു ഫീലായിരുന്നു അന്ന് കിട്ടിയത്. ആ ഒരു വെയിറ്റ് എനിക്കൊരു 4-5 വർഷമൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒരു 6-7 മാസമായിട്ട് എനിക്ക് എൻ്റെ ഹെൽത്തൊന്നും അധികം ശ്രദ്ധിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് നല്ലപോലെ വെയിറ്റ് ഗെയിൻ ചെയ്തിട്ടുണ്ട്. വർക്കൗട്ടൊക്കെ ഞാൻ പയ്യെ സ്റ്റോപ്പ് ചെയ്തു കേട്ടോ. മറ്റേ ഞാൻ ഇടയ്ക്ക് ജസ്റ്റ് നടക്കെങ്കിലും ചെയ്യാറുണ്ട്. ഇപ്പോൾ ഞാൻ എല്ലാ വർക്കൗട്ടും എല്ലാം ഈ ഒരു 6-7 മാസമായിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്ത് പുറത്തുനിന്നുള്ള ഫുഡ് കൂട്ടി അങ്ങനെ ഞാൻ വണ്ണം വെച്ചു പറഞ്ഞിട്ട് കാര്യമില്ല. ഓഫ് കോഴ്സ് നല്ലപോലെ കളിയാക്കലും കിട്ടുന്നുണ്ട്. ഇപ്പോൾ എപ്പോൾ ആരും എവിടെ കണ്ടാലും വണ്ണം വെച്ചോല്ലോ, പഴയ പോലെ ആയാലും നീ ശരിക്കും വണ്ണം വെച്ച്, ഇതൊക്കെ എനിക്കിപ്പോൾ കേൾക്കുന്നുണ്ട്. ഇത് കേട്ട് മടുത്തു. സോ അങ്ങനെ വിട്ടാൽ പറ്റൂലല്ലോ, നമുക്ക് തിരിച്ച് പിടിക്കാവുന്നല്ലേ ഉള്ളൂ ഇത്. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു 1 മന്ത് ചലഞ്ച് എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചത്. സോ ഇന്ന് മുതൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാമല്ലോ 1 മന്ത് കഴിഞ്ഞ് എന്താ ചേഞ്ച് ഉണ്ടാവണേ. ചിലപ്പോൾ പാളിപ്പോവും, ചിലപ്പോൾ രക്ഷപ്പെടും. നോക്കാം. നമ്മൾ മാക്സിമം നമ്മുടെ ഫുഡിന് ഷുഗറേ കട്ട് ചെയ്യുക, അതാണ് ഏറ്റവും മെയിൻ കാര്യം. പിന്നെ കഴിക്കുന്ന ഫുഡിൻ്റെ ക്വാണ്ടിറ്റി കുറക്കുക. ഇന്ന് ഞാൻ ചെയ്തതിൽ ഭയങ്കരമായിട്ട് ഞാൻ കഴിക്കുന്ന നോർമൽ ഫുഡ് തന്നെ ക്വാണ്ടിറ്റി കുറച്ച്, കാരണം ഫസ്റ്റ് ഡേ ആണല്ലോ. സോ ഫസ്റ്റ് ഡേ തന്നെ ഹെവി ഡയറ്റൊക്കെ എടുത്താൽ ഞാൻ തളർന്നു പോകും. അതുകൊണ്ട് ഞാൻ കഴിക്കുന്ന എന്ത് ഫുഡാണോ നോർമലി കഴിക്കുന്ന ഫുഡിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ കുറച്ച് ഒരു 7 മണിക്കുള്ളിൽ ഡിന്നറൊക്കെ ക്ലോസ് ചെയ്യാൻ നോക്കട്ടോ. അതാണ് ഏറ്റവും നല്ലത്. നമുക്ക് പിറ്റേ ദിവസം നല്ല എനർജിയോടെ എണീക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഡേ ഇതായിരുന്നു കേട്ടോ.